Welcome to semester 4 BSc Main Physics, paper Classical Physics and Relativistic Mechanics. We are seeing the first chapter of Particle Dynamics, and this is the seventh motion in Particle Dynamics, cycloidal motion. We have studied 6 types of motions by this time, and today we study the cycloidal motion. Cycloidal motion, Particle Dynamics, 11th lecture. So what is cycloidal motion? It is the motion of a particle, motion of a point on the rim of a wheel rolling on a surface. ഈ സൈക്ലോയിഡൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ഡിസ്ക് തറയിൽ ഉരുണ്ടു പോവുകയാണെങ്കിൽ ആ ഡിസ്കിൻ്റെ പുറത്ത് റിമ്മിൽ അരികിൽ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ മോഷൻ, അതിനെയാണ് സൈക്ലോയിഡൽ മോഷൻ എന്ന് പറയുന്നത്. ഒരു ഡിസ്ക് സർഫസിൽ റോൾ ചെയ്യുകയാണെങ്കിൽ ആ ഡിസ്കിൻ്റെ റിമ്മിലുള്ള ഒരു പോയിന്റിൻ്റെ മോഷൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും, ആ ചലനത്തെ വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡൽ മോഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരു നാണയം, ആ നാണയത്തിൻ്റെ അറ്റത്ത് ഒരു അരികിൽ റിമ്മിൽ നമ്മൾ മഷി കൊണ്ടൊരു സ്പോട്ട് ഇടുക, എന്നിട്ട് നാണയം ഉരുട്ടി വിട്ടാൽ ആ സ്പോട്ടിൻ്റെ ചലനം എങ്ങനെ ഇരിക്കും, ആ റിമ്മിലുള്ള സ്പോട്ടിൻ്റെ ചലനം എങ്ങനെ ഇരിക്കും, ആ മോഷനെ, അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡൽ മോഷൻ. ഒരു ക്രോസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ, ഒരു ക്രോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ പോകുന്നത് ഇത്തരം മോഷനിലാണ്, സൈക്ലോയിഡൽ മോഷനിലാണ്. ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് ദാറ്റ് the motion of a charged particle under crossed electric and magnetic field is cycloidal. It can be shown that the motion of a charged particle under crossed electric and magnetic field is cycloidal. ഈ ക്രോസ്ഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡും ബി ഫീൽഡും രണ്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷനാണ് അവ ക്രിയേറ്റ് ചെയ്യുക. അത്തരം ആ ഫീൽഡിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ എൻ്റർ ചെയ്താൽ അതിൻ്റെ മോഷൻ സൈക്ലോയിഡലാണ് എന്ന് കാണിക്കാൻ പറ്റും. അതിൻ്റെ തിയറിയാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ ഈ കാണിച്ചിരിക്കുന്നതാണ്. ഇക്വേഷൻ ഫോർ മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ അണ്ടർ ക്ലോസ്ഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പോൾ നോക്കിയേ, ഇവിടെ ഈ ഫീൽഡ് ബി ഫീൽഡ്, ഈ ഫീൽഡ് നമ്മൾ വൈ ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നു, ബി ഫീൽഡ് ഇസഡ് ഡയറക്ഷനിൽ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവ രണ്ടിനെയും വിളിക്കുന്ന പേര് ക്ലോസ്ഡ് ഫീൽഡ്. ആ ഫീൽഡിലേക്ക് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ, ഒരു പോസിറ്റീവ് പാർട്ടിക്കിൾ വി വെലോസിറ്റിയിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ അത് മുന്നോട്ട് പോകുമ്പോൾ ആ പോകുന്ന മോഷൻ, ആ കാണുന്ന സർക്കുലാർ മോഷൻ പോലെ, ആ സെമി സർക്കിൾ പോലെ, അല്ലെങ്കിൽ നമ്മൾ പരാബോള പോലെ കാണിച്ചിരിക്കുകയാണ്. അത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡൽ മോഷൻ. അപ്പോൾ ഈ സൈക്ലോയിഡൽ മോഷൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് നമ്മൾ തുടങ്ങുന്നത് ഈ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡിലെ ഒരു പാർട്ടിക്കിളിൻ്റെ ഫോഴ്സ് ആദ്യം എഴുതും. ലോറൻസ് ഫോഴ്സ് നമ്മൾ പല പ്രാവശ്യം കണ്ടതാണ്. ലോറൻസ് ഫോഴ്സ് അത് ആദ്യം എഴുതും. ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവിങ് അണ്ടർ ദി എഫക്റ്റ് ഓഫ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ലോറൻസ് ഫോഴ്സ്. ദാറ്റ് ഈസ് ലോറൻസ് ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി. ലോറൻസ് ഫോഴ്സ് നമ്മൾ പഠിച്ചതാണ് പല പ്രാവശ്യം. എഫ് ഈസ് ഈക്വൽ ക്യൂ ഇൻറ്റു ചാർജ് ഇൻറ്റു ഇ പ്ലസ് വി ക്രോസ് ബി. ഇ എന്നുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ബി വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ, ബി മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി വെക്റ്റർ. ആൻഡ് ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഒരു 10-13 ഇക്വേഷനുള്ളൊരു തിയറിയാണത്. To study the motion of charged particle under cross electric and magnetic field, the uniform electric field is assumed in the y direction and uniform magnetic field is assumed to be along z direction. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് രണ്ട് ഫീൽഡും നമ്മൾ രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വിചാരിക്കുകയാണ്. നോക്കിയേ, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വൈ ഡയറക്ഷനിലാണ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഇസഡ് ഡയറക്ഷനിലാണ് എന്ന് വിചാരിക്കണം. ഇപ്പോൾ വൈ ഡയറക്ഷൻ നമ്മൾ കാണിക്കുന്നത് എപ്പോഴും ജെ വെക്ടർ കൊണ്ടാണ്, ഇസഡ് ഡയറക്ഷൻ കാണിക്കുന്നത് യൂണിറ്റ് വെക്ടർ കെ കൊണ്ടാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എഴുതാം. ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ബി റിട്ടൺ ആസ് ഇ ഈക്വൽ ടു ഇ ഡോട്ട് ജെ. മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ ബി റിട്ടൺ ആസ് ബി ഈക്വൽ ബി ഡോട്ട് കെ. അത് വൈ ഡയറക്ഷൻ ഇസഡ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അത് വെലോസിറ്റി ഇൻ ജനറൽ ഇൻ വെക്ടർ ഫോം വി റൈറ്റ് ആസ് വി ഈക്വൽ വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി ഇസഡ് ടു കെ. ദെർഫോർ ഇക്വേഷൻ 1 ദ ലോറൻസ് ഫോഴ്സ് ഇക്വേഷൻ. അപ്പോൾ അത് നോക്കണമെന്നില്ലല്ലോ, ലോറൻസ് ഫോഴ്സിലേക്ക് കൊടുക്കുക നമ്മൾ. Therefore, the Lorentz force equation number 1 becomes F is equal to Q into EJ, electric field, plus velocity Vxi plus Vyj plus Vz cross B cross B ആണല്ലോ, BK magnetic field
ഇസഡ് ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ബി ഇൻറ്റു കെ. അപ്പോൾ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബി ക്രോസ് ബി എടുക്കണം. ബി ക്രോസ് ബി വി എക്സ് ഐ പ്ലസ് വി വൈ ജെ പ്ലസ് വി സെഡ് കെ ക്രോസ് ബി കെ ഉണ്ടല്ലോ, അതൊന്ന് പ്രത്യേകം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചോട് കൊടുക്കുമ്പോൾ കിട്ടുന്നതാണ് എഫ് ഈസ് എം എ. എം എ ഈസ് എം ഇൻറ്റു ഡി യു ബൈ ഡി ടി. ആക്സലറേഷൻ ഈസ് ഡി യു ബൈ ഡി ടി ആണല്ലോ. അപ്പോൾ എം ഇൻറ്റു ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യു ഇ ഡോട്ട് ജെ പ്ലസ് ക്യു ബി ഇൻറ്റു വി വൈ ഐ മൈനസ് വി സെഡ് ജെ ഇക്വേഷൻ നമ്പർ 2. എങ്ങനെയാണ് ആ ടൈം കിട്ടുന്നത് നോക്കി. അതായത് വി ക്രോസ് ബി വെലോസിറ്റിയുടെയും മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാ മുകളിൽ കാണുന്ന ടൈം പോലെയാണ്. അത് ഞാൻ ഇവിടെ എഴുതി സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ബിക്കോസ് വി ക്രോസ് ബി ഈസ് ഈക്വൽ ടു രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്. അത് ഡിറ്റർമിനൻറ്റ് ഫോമിലാണ് എഴുതുന്നത്. ഐ ജെ കെ വി എക്സ് ബി വൈ വി ഇസഡ് 0 ബി. കാരണം ബി എന്നുള്ളത് ഇസഡിൽ മാത്രം കൺഫേം ചെയ്തുകൊണ്ട് ഇസഡ് കമ്പോണൻ്റേ ഉള്ളു, ഒറ്റ കമ്പോണൻ്റേ ഉള്ളു. ആ ഒറ്റ കമ്പോണൻ്റ് ബി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ ബി എന്ന് മാത്രം എഴുതും. വെലോസിറ്റി മാത്രം 3 കമ്പോണൻ്റായിട്ട് സെപ്പറേറ്റ് ചെയ്ത് പറയും. അപ്പോൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാമല്ലോ. ഐ ഇൻറ്റു പിന്നെ മൈനസ് ജെ ഇൻറ്റു പ്ലസ് കെ ഇൻറ്റു എന്നൊരു രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഐ ഗുണിച്ച് കഴിഞ്ഞാൽ ഐ കൊണ്ട് ഗുണിച്ചാൽ പിന്നെ വി വൈ ഇൻറ്റു ബി മൈനസ് 0 എന്ന് വരും. അങ്ങനെയാണല്ലോ, നോക്കുക. അപ്പോൾ ഐ ഇൻറ്റു വി വൈ ഇൻറ്റു ബി പിന്നെ മൈനസ് 0. അടുത്ത ടേം എഴുതി വരുമ്പോൾ ജെ കാണുമ്പോൾ വി സെഡ് വി എക്സ് ബി മൈനസ് 0, അത് മൈനസാണ്. പിന്നെ കെക്ക് വാല്യൂ കാണത്തില്ല, കാരണം 2 0 അത് താഴെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കിട്ടുന്ന ഉത്തരം ആ ഡിറ്റർമിനൻറ്റിൻ്റെ ആൻസർ ഐ വി ബൈ ഇൻറ്റു ബി മൈനസ് ജെ വി സെഡ് ബി. ആലോചിച്ച് നോക്കണോ, ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷനാണ് കൊടുത്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് ബി പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബി ഇൻറ്റു വി വൈ ഐ മൈനസ് വി സെഡ് ജെ. ഐയും ജെയും രണ്ടാമത് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 അങ്ങനെ എഴുതാം. ചിലപ്പോൾ ഇക്വേഷൻ 2 ബിക്കംസ് ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യു യു ബൈ എം. ആ എം താഴെ കൊടുത്തു കേട്ടോ. എം ഇൻറ്റു ഡി യു ബൈ ഡി ടി ആണ് ഇക്വേഷൻ 2. അതിൽ എം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യു ബൈ എം ജെ മൈനസ് മൈനസ് ടേം അത് ബി എക്സ് ആണ് കേട്ടോ. ആ മുകളിലെ ഇക്വേഷൻ നമ്പർ 2 ബി എക്സ് അല്ലേ, ബി എസ് എഴുതി നോക്കട്ടെ. അത് ഗുണിക്കുമ്പോൾ നമുക്ക് വി എക്സ് ആകട്ടെ. വി എക്സ് ആണ്. പിന്നെ ക്യൂ ബി ഇൻറ്റു വി ബൈ ഐ മൈനസ് വി എക്സ് ജെ ആകട്ടെ. വി എക്സ് ജെ ഇൻറ്റു വി എക്സ് ആണ്. വി എക്സ് ഇക്വേഷൻ 2 നോക്കുക. ഇക്വേഷൻ 2 അവസാനത്തെ ടേം പറയുമ്പോൾ നമുക്ക് ക്യൂ ബി ഇൻറ്റു വി ബൈ ഐ മൈനസ് വി എക്സ് ജെ ആണ്. അതിവിടെ ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണം. വി എക്സ് ജെ എന്നാക്കണം. വി എക്സ് ജെ അത് വി എക്സ് തന്നെയാണല്ലോ അല്ലേ. എക്സ് ഇസെട്ടും തമ്മിലൊരു ചെറിയൊരു വ്യത്യാസമാണ്. വി എക്സ് ജെ എക്സ് ആണ് കേട്ടോ. എക്സ് ബി സെഡ് ഇല്ല ഇവിടെ. അപ്പോൾ ആ മൈനസ് ടേം നമ്മൾ ആദ്യം എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ക്യു യു ബൈ ജെ മൈനസ് ക്യു ബി ബൈ എം ഇൻറ്റു വി എക്സ് ജെ പ്ലസ് ക്യു ബി ബൈ എം ഇൻറ്റു വി ബൈ ഐ. ബി സെഡ് ഇല്ലെന്ന് ഓർത്തോളാം കേട്ടോ. അപ്പോൾ മുകളിൽ ആ വി സെഡ് ടേം അങ്ങോട്ട് മാറ്റിക്കിട്ട് ബി എക്സ് ആയിക്കോളാം. അത് വീണ്ടും നമ്മൾ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ആ വെലോസിറ്റി ടൈം ഉണ്ടല്ലോ, ആക്സിലറേഷൻ ടൈം ഡി യു ബൈ ഡി ടി എന്നുള്ളത്, അത് 3 കമ്പോണൻ്റായിട്ട് പറയണം. ഐ ഇൻറ്റു ഡി വി എക്സ് ബൈ ഡി ടി പ്ലസ് ജെ ഇൻറ്റു ഡി വി വൈ ബൈ ഡി ടി പ്ലസ് കെ ഇൻറ്റു ഡി വി സെഡ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇപ്പുറത്ത് അതുപോലെ തന്നെ എഴുതണം. ദാറ്റ് ഈസ് ക്യൂ ബി ഇൻറ്റു വി വൈ ഇൻറ്റു ഐ ബൈ എം പ്ലസ് ജെ ഇൻറ്റു ക്യൂ ബൈ എം മൈനസ് ക്യൂ ബി. അവിടെ ഒരു ടേം മിസ് ചെയ്തു. ജെ ഇൻറ്റു ക്യൂ ബൈ എം ഇൻറ്റു അല്ല അത് ശരിയാണ്. ജെ ഇൻറ്റു ക്യൂ ജെ ടേം രണ്ടും ഒരുമിച്ച് എഴുതുകയാണ്.
ജെ ഇൻറ്റു ക്യൂ ബൈ എം മൈനസ് ക്യൂ ബി ബി എക്സ് ബൈ എം. ജെ ടേം ഒരുമിച്ച് എഴുതിയാണ് കേട്ടോ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഓരോ കമ്പോണൻറ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാമല്ലോ. കാരണം ലെഫ്റ്റ് സൈഡിൽ ഐ ജെ കെ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഐ ജെ കെ ഉണ്ട്. കോഎഫിഷ്യൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡി ബി എക്സ് ബൈ ഡി ടി ഇസ് ഇക്വൽ ടു ക്യൂ ബി വൈ ബൈ എം. അതാണ് ഐ കമ്പോണൻറ്റ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പിന്നെ ജെ കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 ടേം ഉണ്ട്. ഡി വി ബൈ ഡി ടി ഇസ് ഇക്വൽ ടു ആ ജെയുടെ കമ്പോണൻറ്റ് ആ ക്യൂ ബൈ എം മൈനസ് ക്യൂ ബി ഇൻറ്റു ബി എക്സ് ബൈ എം, ഇക്വേഷൻ നമ്പർ 4. പിന്നെ ഇസഡിന് ആർ എച്ച് എസ് എൽ കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് പറയും ഡി ബി ഇസഡ് ബൈ ഡി ടി ഇസ് ഇക്വൽ ടു 0. അതിന് കമ്പോണൻ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഇക്വേഷൻ നമ്പർ 5 0 എന്ന് ആർ എച്ച് എസ് എൽ എഴുതും. ഇപ്പോൾ ഡി വി ഇസഡ് ബൈ ഡി ടി 0 ആകുമ്പോൾ, ഡെറിവേറ്റീവ് 0 ആകുമ്പോൾ ആ വി ഇസഡ് വാല്യൂ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. ഇപ്പോൾ വി ഇസഡ് വെലോസിറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് എഴുതും ഇവിടെ. വി ഇസഡ് ഇസിൽ കോൺസ്റ്റൻറ്റ്, ഇക്വേഷൻ നമ്പർ എ എന്ന് മാർക്ക് ചെയ്യും. ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ കമ്പോണൻറ്റ് ഓഫ് ആണ് കേട്ടോ, കമ്പോണൻറ്റ് ഓഫ് ഓ മാത്രമേ ഉള്ളൂ, ഓഫ് ആക്കണം. കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് അണ്ടർ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. അപ്പോൾ ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ്സിൽ അവരതിൻ്റെ ഒരുമിച്ചുള്ള ആ പ്രവർത്തനത്തിൽ ഈ വി സെഡ് വെലോസിറ്റി പാർട്ടിക്കിളിൻ്റെത് കോൺസ്റ്റൻറ്റ് ആയിരിക്കും. ദിസ് ഇക്വേഷൻ ഷോസ് ദാറ്റ് ദ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എലോങ് ദി ഡയറക്ഷൻ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ് റിമൈൻസ് കോൺസ്റ്റൻറ്റ് അണ്ടർ കമ്പൈൻഡ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. കാരണം വെലോസിറ്റി വി സെഡ് ആണ്. വി സെഡ് പിന്നെ ഇസഡ് ഡയറക്ഷനാണ്. ഇസഡ് ഡയറക്ഷൻ തന്നെയാണ് ബി പ്രവർത്തിക്കുന്നത്, ക്യാപിറ്റൽ ബി പ്രവർത്തിക്കുന്നത്. ഇനി നമ്മളൊരു സപ്പോസിഷൻ കൊടുക്കുകയാണ്. സപ്പോസ് വി സെഡ് 0, ദ മോഷൻ ഓഫ് ദി ചാർജ്ഡ് പാർട്ടിക്കിൾ വിൽ ബി ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഇപ്പോൾ വി സെഡ് 0 ആണെങ്കിൽ മോഷൻ എക്സ് വൈ പ്ലെയിനിൽ റെസ്ട്രിക്റ്റ് ചെയ്യും. പുട്ട് വി എക്സ് ഫ്രം ഇക്വേഷൻ 4 ഇൻ ഇക്വേഷൻ 3. ആ വി എക്സിൻ്റെ വില ഇക്വേഷൻ 4-ൽ നിന്ന് ഇക്വേഷൻ 3-ൽ ഇടുക. അപ്പോൾ എന്താണ് വി എക്സിൻ്റെ വില? ഇക്വേഷൻ 4 നോക്കുക. ഇതാണ് 4. അവിടെ നിന്ന് ഒരു വി എക്സ് ഉണ്ട് സൈഡിൽ, ആർ എച്ച് എസിലുണ്ട് വി എക്സ്. ആ വാല്യൂ കണ്ടുപിടിക്കണം 4-ൽ നിന്ന്. ഇപ്പോൾ 4 ഇവിടെ നമ്മൾ റീറൈറ്റ് ചെയ്യുമ്പോൾ, വി എക്സ് കാണാനായിട്ട് റീറൈറ്റ് ചെയ്യുമ്പോൾ ക്യൂ ബി വി എക്സ് ബൈ എം ഈസിക്കൽ ക്യൂ ബൈ എം മൈനസ് ഡി വി വൈ ബൈ ഡി ടി. ദാറ്റ് ഈസ് വി എക്സ് ഈസ് ഈക്വൽ ടു എം ബൈ ക്യൂ ബി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ക്യൂ ബൈ എം മൈനസ് ഡി വി വൈ ബൈ ഡി ടി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദാറ്റ് ഈസ് വി എക്സ് ഈസ് ഈക്വൽ ടു, അത് പുട്ടിങ്ങിന് 3, ബി എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് അതിൽ നിന്ന് ബി എക്സ് കിട്ടും. ബി എക്സ് ഈസ് ഈക്വൽ ടു ഇ ബൈ എം, ബി എക്സ് ആണ് കാണുന്നത് കേട്ടോ, പിന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇ ബൈ എം മൈനസ് എം ബൈ ക്യൂ ബി ഡി വി ബൈ ഡി ടി എന്ന് കിട്ടും. അത് പുട്ടിങ്ങിന് 3-ൽ കൊടുക്കുക. 3-ൽ കൊടുക്കുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഇ ബൈ എം മൈനസ് എം ബൈ ക്യൂ ബി ഡി വി ബൈ ഡി ടി. നിങ്ങൾ ഇക്വേഷൻ 3-ലേക്ക് പോയി നോക്കുക. ഈക്വൽ ടു ക്യൂ ഇൻറ്റു ബി വി ബൈ എം എന്ന് കിട്ടും. അപ്പം ഇവിടെ നമ്മൾ ഇന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആ കോൺസ്റ്റൻ്റ് മുന്നോട്ട് മാറ്റിയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഇ ബൈ ബി ഡെറിവേറ്റീവ് 0, ബാക്കിയുള്ളത് മൈനസ് എം ബൈ ക്യൂ ബി ആണ്. എം ബൈ ക്യൂ ബി ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ ഈസിക്വൽ ഇപ്പോഴത്തെ ക്യൂ ബി വി ബൈ വി വൈ ബൈ എം. പുട്ട് ക്യൂ ബി ബൈ എം ഈസിക്വൽ ടു ഒമേഗ. ആ ക്യൂ ബി ബൈ എമ്മിനെ നമുക്ക് ഒമേഗ എന്ന് കൊടുക്കുക, ആംഗുലർ വെലോസിറ്റിയാണ്. ദെൻ -1 ബൈ ഒമേഗ ഡി സ്ക്വയർ വി വൈ ബൈ ഡി ടി സ്ക്വയർ ഈസിൽ ഒമേഗ വി വൈ ബൈ എം എന്ന് കിട്ടും. ആ മോളിൽ കൊടുത്താൽ മതി. That is
നമ്മളെല്ലാ വാല്യൂ RHS കൊണ്ടുപോകണം. ആ ലെഫ്റ്റിലുള്ള വാല്യൂ ഈ ലെഫ്റ്റിലുള്ള വാല്യൂ RHS കൊണ്ടുപോകണം. ഈ താഴെയുള്ള ഇക്വേഷൻ ലെഫ്റ്റിലുള്ള വാല്യൂ RHS കൊണ്ടുപോകണം. അപ്പോൾ RHS കൊണ്ടുപോകുമ്പോൾ 0 ഈസ് ഈക്വൽ ടു 1 ബൈ ഒമേഗ ഡി സ്ക്വയർ വി വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ വി വൈ എന്ന് കിട്ടും. മൾട്ടിപ്ലൈ ബൈ ഒമേഗ കൊണ്ട് കുടിക്കണം. ആ താഴെയുള്ള 1 ബൈ ഒമേഗ മാറ്റാൻ 0 ഈസ് ഈക്വൽ ഡി സ്ക്വയർ വി വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വി വൈ. ദാറ്റ് ഈസ് ഡി സ്ക്വയർ വി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ വി വൈ ഈസ് ഈക്വൽ ടു 0. ഇതൊരു ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ പോലെ ഉണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പോലെ ഉണ്ട്. വി വൈ ആണ് വെലോസിറ്റി ടേം ആയിട്ടവിടെ വരുന്നത്. അത് ഇക്വേഷൻ നമ്പർ 6. This is a differential equation for SHM. Its solution is V by is equal to A sin omega t plus 5. അപ്പോൾ മോളിൽ കാണുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു SHMൻ്റെ. അതിൻ്റെ സൊല്യൂഷനാണ് വി വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 7. വേർ ഒമേഗ ഈസ് QB by m ഈസ് ദി ആംഗുലർ വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ. ഡിഫറൻഷ്യേറ്റിംഗ് 7. ഇക്വേഷൻ നമ്പർ 7നെ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു time. dv by dt is equal to a omega cos omega t plus 5. അറിയാമല്ലോ, സൈൻ ഒമേഗ ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒമേഗ ഫ്രണ്ടിലോട്ട് വരും. ഇക്വേഷൻ നമ്പർ 8. ഇക്വേറ്റിംഗ് 4 and 8. ആ 4 8 നമ്മൾ 4 നേരത്തെ ഉണ്ട്, 8 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. That is a omega cos omega t plus 5 is equal to q e by m minus qb by m vx. That is a നമ്മൾ ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a into qb by m cos omega t plus 5 is equal to qu by m minus qb by m into vx എന്ന് കിട്ടും. ഡിവൈഡിങ് ബൈ ക്യൂ ബി ബൈ എം, ഓരോ ടൈമിലും ക്യൂ ബി ബൈ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഇസിക്കൽ ഇ ബൈ ബി മൈനസ് വി എക്സ് എന്ന് കിട്ടും. വി എക്സ് ദാറ്റ് ഈസ് വി എക്സ് ഇസ് ഈക്വൽ ടു ഇ ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇക്വേഷൻ നമ്പർ എ. ഇക്വേഷൻ നമ്പർ 9. അപ്പോൾ നമുക്ക് വി എക്സിന് ഇക്വേഷൻ കിട്ടി, വി വൈക്ക് ഇക്വേഷൻ കിട്ടി, വി സെറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് കണ്ടു. നിങ്ങൾ ഓർക്കണം, ഇത് വി എക്സിൻ്റെ ഇക്വേഷൻ, വി വൈയുടെ ഇക്വേഷൻ മുകളിലുണ്ടല്ലോ. ഇത് വി വൈയുടെ ഇക്വേഷൻ. ഇപ്പോൾ വി എക്സിൻ്റെ ഇക്വേഷൻ വന്ന്, വി വൈയുടെ ഇക്വേഷൻ വന്ന്, വി സെറ്റ് നമ്മൾ നേരത്തെ കോൺസ്റ്റൻ്റ് ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വി എക്സിന് ഇക്വേഷൻ കിട്ടി, വി വൈ ഇക്വേഷൻ കിട്ടി, വി സെറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് തെളിയിച്ചു. കോൺസ്റ്റൻറ്റ്. The value of constants a and phi can be found out by knowing the initial conditions. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ഒരു എയും ഫൈയും വരുന്നുണ്ട് കോൺസ്റ്റൻസ് ആയിട്ട്. അത് നമ്മൾ ഇനിഷ്യൽ കണ്ടീഷൻ വെച്ച് കണ്ടുപിടിക്കുക. ഇനിഷ്യൽ കണ്ടീഷൻസ് ഓഫ് ഇനിഷ്യൽ വാല്യൂസ് ഓഫ് വി എക്സ് ആൻഡ് വി വൈ. ലെറ്റ് us assume that at t is equal to 0 the particle is at rest. ടൈം 0യിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. That is Vx is equal to Vy is equal to Vz is 0 at t is equal to 0. എല്ലാ കമ്പോണൻറ്റും 0 ആണെന്ന് വിചാരിക്കുക. വെലോസിറ്റികളുടെ വെലോസിറ്റി കമ്പോണൻറ്റ് 0. അങ്ങനെ വിചാരിച്ചാൽ ഇക്വേഷൻ 7 നിന്ന് വരും 0 വെലോസിറ്റി കമ്പോണൻറ്റാണ്. എ സൈൻ ഒമേഗ ഇൻറ്റു 0 ടൈം പ്ലസ് 5. ദാറ്റ് ഇസ് 0 ഈസ് ഈക്വൽ ടു എ സൈൻ 5. സൈൻ 5 ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഇസ് 5 is 0. അപ്പോൾ t 0 ആകുമ്പോൾ 5 0 എന്ന് കിട്ടി. പുട്ടിൻ ഇക്വേഷൻ നമ്പർ 9. 9 കൊടുക്കുക. 9ലേക്ക് പോയി നോക്കുക. പുട്ടിങ് ഇൻ 9, ദാറ്റ് ഈസ് 0 ഈസ് ഇ ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി പ്ലസ് 5. ദാറ്റ് ഈസ് 0 ഈസ് ഇ ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി. ആ 0 കൂട്ടുമ്പോൾ അതല്ലേ കോസ് ഒമേഗ ടി. ദാറ്റ് ഈസ് 0 ഈസ് ഇ ബൈ ബി മൈനസ് എ കോസ് ഒമേഗ ടി സിൻസ് ടി ഈസ് ഈക്വൽ ടു 0. എ കോസ് 0 സിൻസ് ടി ഈസ് ഈക്വൽ ടു 0. That is 0 is equal to e by b minus a. That is a is equal to e by b. Cos 0 1 ആണല്ലോ. Therefore equation 9 becomes omega bx is equal to e by b
മൈനസ് ഇ ബൈ ബി കോസ് ഒമേഗ ടി. ഇ ബൈ ബി ആണ്. ദാറ്റ് ഈസ് വി എക്സ് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. അപ്പോൾ വി എക്സിന് വേറൊരു ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എയോ ഫൈയോ ഇല്ല. അത് മാറ്റിയിട്ട് നമ്മൾ വി എക്സ് ഇ ബൈ ബി 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ എഴുതിയ വി എക്സിൻ്റെ ഇക്വേഷനും ഇപ്പോൾ എഴുതിയ വി എക്സിൻ്റെ ഇക്വേഷൻ തമ്മിലുള്ള വ്യത്യാസം, നേരത്തെ എഴുതിയപ്പോൾ എയും ഫൈയും ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല എന്നുള്ളതാണ് പ്രത്യേകത. ഇവിടെ ഇയിലും ബിയിലും തന്നെയാണ്, ഇയിലും ബിയിലും തന്നെയാണ് ഇക്വേഷൻ എഴുതുന്നത്. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ആണല്ലോ. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതി നമ്മൾ. ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി വി എക്സ്, ഈ വി എക്സിനെ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഇ ബൈ ബി 1 മൈനസ് കോസ് ഒമേഗ ടി എന്ന് എഴുതി. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡി എക്സ് ഈസ് ഈക്വൽ ഇ ബൈ ബി 1 മൈനസ് കോസ് ഒമേഗ ടി ഡി ടി എന്ന് വരും. ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ടി, ഈ 1 ഡി ടി ആണല്ലോ, ഇ ബൈ ബി ടി മൈനസ് 1 ബൈ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് C1. അപ്പോൾ അത് ഒന്നുകൂടി എഴുതുമ്പോൾ നമുക്ക് ആ ഒമേഗ താഴത്തുനിന്ന് കൊണ്ടുവരാം. എക്സ് ഈസ് ഈക്വൽ ടു ഇ ബൈ ബി ഒമേഗ, അപ്പോൾ അകത്ത് ഒമേഗ ടി മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് C1 ഒരു കോഴ്സുണ്ട്. അത് ഇക്വേഷൻ നമ്പർ 10 ആണത്. Equation 7 becomes by is a sin omega t since phi is equal to 0. dy by dt is a sin omega t. dy is equal to a sin omega t dt. y is equal to a into 1 by omega minus cos omega t plus C2. കാരണം ഈ sin omega ടിയുടെ ഇൻ്റഗ്രൽ മൈനസ് 1 by omega cos omega t ആണല്ലോ. y is equal to minus e by b omega cos omega t plus C2. ഇക്വേഷൻ നമ്പർ 11. അപ്പോൾ അതാണ് വൈയുടെ ഇക്വേഷൻ. വി എക്സിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ ഇക്വേഷൻ കണ്ടു, വി വൈയിൽ നിന്ന് വൈയുടെ ഇക്വേഷൻ കണ്ടു. ഇത് നമുക്ക് വി സെറ്റ് ഉണ്ടല്ലോ, വി സെറ്റ് 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. വി സെറ്റ് 0, അപ്പോൾ ഇസെറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം ഡി വി സെറ്റ് ബൈ ഡി ടി ആണല്ലോ. വി സെറ്റ് 0 ആകുമ്പോൾ ഇസെറ്റ് കോൺസ്റ്റൻ്റ് ആകും. Suppose that t is equal to 0, x is equal to y is equal to z is equal to 0. Then 10b, equation 10, 11 and 12 become ആ ടൈം 0 കേസ് പറയാണ്. 0 is equal to e by m, 0 minus 0 plus C1. That is C1 is 0. C1 is 0 and also we can prove C3 is equal to 0. And 0 is minus e by b cos 0 plus C2. Cos 0 is 1. C2 is e by b0. Therefore, equation 10, 11 and 12 become x is equal to e by b omega into omega t minus sin omega t. Equation number 13. Y is equal to minus e by b omega cos omega t plus b omega, e by b omega. That is y is equal to e by b omega into 1 minus cos omega t. Equation number 14. And z is 0. Since C3 is 0, z is 0. Equation number 15. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, അത് ഓർത്തിരിക്കാനായിട്ട് അല്പം പ്രയാസമുണ്ട്. നമ്മൾ ചെയ്ത ലോറൻസ് ഫോഴ്സ് വെച്ചിട്ട് അതിൽ നിന്ന് ഈ എഫ് ഈസ് എം എ എന്നുള്ളത് ഡി വി ബൈ ഡി ടി ചെയ്തിട്ട് അതിൽ നിന്ന് വെലോസിറ്റി കമ്പണൻ്റ് കൊടുത്ത് വി എക്സ് ബി ബൈ വി സെഡ് എന്ന് പിടിച്ചു. അതിനുശേഷം വി എക്സിനെയും വി ബൈയെയും വി സെഡിനെയും നമ്മൾ ഡി വി ഈ വി എക്സ് ഡി എക്സ് ബൈ ഡി ടി, വി വൈ ഡി വൈ ബൈ ഡി ടി, വി സെഡ് ഡി സെഡ് ബൈ ഡി ടി എന്നുള്ള മോഡൽ എഴുതിയിട്ട് എക്സും വൈ സെഡും കണ്ടുപിടിച്ചു. അപ്പോൾ എക്സിൻ്റെയും വൈയുടെ ഇസെഡിൻ്റെയും 3 ഇക്വേഷനാണ് കിട്ടിയത്. ഇക്വേഷൻ നമ്പർ 13 എക്സിൻ്റെ ഇക്വേഷൻ, ഇക്വേഷൻ നമ്പർ 13 എക്സിൻ്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് എക്സ് ഈസ് ഇ ബൈ ബി ഒമേഗ ഒമേഗ ടി മൈനസ് സിൻ ഒമേഗ ടി. ഇക്വേഷൻ 14 വൈയുടെ ഇക്വേഷൻ ഇ ബൈ ബി ഒമേഗ ഇൻറ്റു 1 മൈനസ് കോസ് ഒമേഗ ടി. ഇക്വേഷൻ 13 ഇസെഡ് C3 എന്നുള്ളത് 0 ആണ്. അങ്ങനെ നമുക്ക് ഒരു 3 പ്രധാനപ്പെട്ട ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റിന്
അപ്പോൾ ലോറൻസ് ഫോഴ്സിൽ തുടങ്ങും, അവിടെ ആക്സിലേഷനാണ് വരുന്നത്. ആക്സിലേഷൻ വെലോസിറ്റി കമ്പണന്റ് കണ്ടുപിടിക്കും, വീക്സ് ബി ബൈ വി സെറ്റ് കണ്ടുപിടിക്കും. അതിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എല്ലാ വെലോസിറ്റികളും നമ്മൾ ഡി എക്സ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി ടി അല്ലെങ്കിൽ ഡി സെറ്റ് ബൈ ഡി ടി ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് വൈ സെറ്റ് കിട്ടും. അങ്ങനെ എക്സ് വൈ സെറ്റിൻ്റെ ഒരു 3 ഇക്വേഷൻ, അതായത് ഇക്വേഷൻ നമ്പർ 13, 14, 15, അത് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ്. ഈ രൂപത്തിലുള്ള ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് സൈക്ലോയിഡൽ മോഷൻ്റെ ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ കാണാത്ത, പതിവായിട്ട് നമ്മൾ കാണാത്ത ഇക്വേഷൻസാണ്. ഇക്വേഷൻ 13, ഇക്വേഷൻ 14, ഇക്വേഷൻ 15. എക്സ് വൈ സെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷനാണ്. ഇത്തരം ഇക്വേഷനെ സൈക്ലോയിഡൽ മോഷൻ്റെ ഇക്വേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ ഇവിടെ ചാർജ്ഡ് പാർട്ടിക്കിളിന് ഡിസ്പ്ലേസ്മെൻറ്റിന് കിട്ടുന്ന ഇക്വേഷൻ സൈക്ലോയിഡൽ മോഷൻ്റെ ഇക്വേഷനാണ്. The equation for Vx v by v z show that the motion of the particle is cycloidal. അപ്പോൾ വെലോസിറ്റികളുടെ ഇക്വേഷനും സൈക്ലോയിഡൽ മോഷൻ്റെ ഇക്വേഷനാണ്. ഈ ഡിസ്പ്ലേസ്മെൻറ്റുകളുടെ ഈ മുകളിൽ കാണുന്ന ഇക്വേഷനും സൈക്ലോയിഡൽ മോഷൻ്റെ ഇക്വേഷനാണ്. The equation for Vx v by v z show that motion of particle is cycloidal. This അവിടെ ഒരു വാക്കിൻ്റെ കുറച്ച് വിട്ടുപോയി, അത് വിട്ടതല്ല. അത് ഇക്വേഷൻ ഫോർ വി എക്സ് വി ആൻഡ് വി സെറ്റ് ഷോ ദാറ്റ് മോഷൻ ഓഫ് ദി പാർട്ടിക്കിൾ സൈക്ലോയിഡൽ. ദ ഹെഡാണ് കേട്ടോ, അതിൻ്റെ ആ മുൻഭാഗം. ദ ഹെഡ് ഓഫ് ദി top side, the head of the cycloidal motion moves with a quotient velocity along x-axis. ഇപ്പോൾ എക്സ് ഡയറക്ഷനിൽ ഒരു കോഷൻ്റെ വെലോസിറ്റിയിലാണ് ഈ സൈക്ലോയിഡൽ മോഷൻ്റെ ഹെഡ് ചലിക്കുന്നത്. അതാണ് നമ്മൾ പടത്തിൽ കാണിച്ചിരിക്കുന്നത്, എക്സ് ഡയറക്ഷണൽ മോഷൻ. അപ്പം അതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്കസ് കംപ്ലീറ്റ്ലി ദ സൈക്ലോയിഡൽ മോഷൻ of a charged particle under closed electric field and magnetic field. Discuss completely the motion of completely the cycloidal motion of a charged particle under closed electric and magnetic field. That's a question. And this essay is a little difficult. You try your best. There are so many essays, so don't be afraid. That is all with your 11th lecture on particle dynamics. And with this, the first chapter is over. We pass on to the second chapter in the next class. Thank you.